ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനിയെ കാണാത്തത് കാരണം ഭാമയേക്കാളും ഇപ്പൊ ടെൻഷൻ രാഘവേട്ടനാ. എടാ വിഷ്ണു എവിടെ എത്തിയതൊന്ന് വിളിച്ചു ചോദിച്ചേ. വിഷ്ണു ആന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്യാമ പറയും അല്പം മുമ്പ് വിളിച്ചപ്പോ എത്താറായെന്നാ പറഞ്ഞത്. അച്ഛൻ പറയും എന്നിട്ട് എത്തിയില്ലല്ലോ, അതിനല്ലേ ഇപ്പൊ വിളിക്കാൻ പറഞ്ഞത്. അല്ല അത് മോനെ വിഷ്ണു അല്ല, അല്ലെങ്കിൽ വേണ്ട ബാമേ നീ ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞേ ബാമ അപ്പൊ തന്നെ ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് ആ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്ക. അപ്പോഴേക്കും അകത്തുള്ള ഫ്രണ്ട്സ് വിളിക്കും, ബാമേ ചടങ്ങ് തുടങ്ങാൻ ഇനി ലേറ്റ് ആവുമോ, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക്. അപ്പോഴേക്കും ബാമ പറയും ഇല്ല സാവിത്രി, അവരിപ്പൊ എത്തും, ഉടനെ തുടങ്ങാം നമുക്ക്. രാഘവേട്ടൻ പറയും ഞാൻ പറഞ്ഞല്ലോ ബാമേ, വരുന്നവർക്ക് ഇത് മാത്രമല്ലല്ലോ ആവശ്യം, മറ്റു കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതെ ശാലിനി വരാൻ ഇനിയും വൈകിക്കെങ്കിലേ നമുക്ക് ചടങ്ങ് തുടങ്ങാം, അവർക്ക് വന്ന് കൂടിയാ പോരെ. അവള് ശാലിനി, അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ, പിന്നെന്തിനാ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ. വാമറിയും എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ രാഘവേട്ട എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാർ അവിടെ എത്താണ്. കാറ് വരുന്നത് കാണുമ്പോ തന്നെ പപ്പിക്കും വിഷ്ണുവിനും രാഘവേട്ടനും ബാമയ്ക്കും ഒക്കെ സന്തോഷവും. ശാലിനിയെ കാണുമ്പോ ബാമയുടെ സന്തോഷം ഇരട്ടിയാവുന്നുണ്ട്. ശാരദാമ്മ ടെൻഷനോടെ ആ കാറിന്ന് ഇറങ്ങുന്നത്. സത്യയും നല്ല സന്തോഷത്തിൽ ഇറങ്ങാ. ഹായ് സത്യേ എന്ന് വിളിച്ചിട്ട് പപ്പിമോള് വേഗം സത്യയുടെ അടുത്തേക്ക് ഓടിച്ചില്ല. പപ്പിന്ന് വിളിച്ച് സത്യയും ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ശേഷം അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണേ. ശാലിനി ഇങ്ങനെ ഇതിങ്ങനെ നോക്കി നിൽക്കാം. വിഷ്ണു ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാരും അവിടെ നിൽക്കുന്നതാണുമ്പോ ബാമ പറയും എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്, കേറി വാ എല്ലാവരും. അങ്ങനെ പോകാൻ നേരം ശാലിനി രാമേട്ടനോട് പറയും രാമേട്ട ഞാൻ വിളിക്കാം, അപ്പൊ വന്നാ മതി. ശരി കുഞ്ഞെ എന്ന് പറഞ്ഞ രാമേട്ടൻ പോവാ. അങ്ങനെ അവര് കേറുമ്പോ ശാലിനി വിഷ്ണുവിന്റെ കണ്ണിലേക്ക് നോക്കാം. വിഷ്ണുവും രണ്ടുപേർക്കും ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോ ബാമ അറിയും കയറി വാ മോളെ. ഈ ഒരു വിളി കേൾക്കുമ്പോ ശാലിനിക്കും അതുപോലെ വിഷ്ണുവിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ശാലിനി മുന്നിൽ വന്ന് നിൽക്കുമ്പോ ബാമ ഇങ്ങനെ നോക്കും. ശാലിനിക്കും എല്ലാവരും ഞങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നോ, സോറി നല്ല ബ്ലോക്കായിരുന്നു അതാ ലേറ്റ് ആയത്. അപ്പൊ ബാമ അതിനൊന്നും പറയാതെ പൊന്നിയെ വിളിക്കും. പൊന്നി ബൊക്കയായിട്ട് വരിക. അപ്പൊ ബാമ മോളെ ദാ എന്ന് പറഞ്ഞത് കൊടുക്കണേ. ശാലിനിക്ക് ഭയങ്കര അത്ഭുതം. ശാലിനി മാത്രല്ല ശാരദാമ്മയും. വിഷ്ണു ആണെങ്കിൽ ഇപ്പോഴും ടെൻഷനില്ല. പിള്ളച്ചേട്ടൻ പറയും വാങ്ങിച്ചോളൂ, കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതാ. ശാലിനിക്ക് ഇത് വിശ്വസിക്കാനേ ആവുന്നില്ല, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞാ നിൽക്കുന്നത്. അങ്ങനെ ബാമയുടെ കയ്യിൽ നിന്ന് ആ ബൊക്കെ വാങ്ങിക്കുക. സത്യമേ ഇതൊക്കെ എന്തിനാ? രാഘവേട്ടൻ പറയും ഇത് ഇന്നൊരു നല്ല ദിവസമല്ലേ മോളെ, അത് നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലെ പ്രകാശിക്കട്ടെ. ശാലിനി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും ഇങ്ങനെ ഒരു സ്വീകരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാഘവേട്ടൻ പറയും എല്ലാം ബാമയുടെ നിർദ്ദേശത്തിനനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാ, മരുമകളെ ഈ രീതിയിൽ സ്വീകരിക്കണം എന്ന് പറയുമ്പോ അതൊരു നല്ല കാര്യമല്ലേ. ഈ സമയം പപ്പി സത്യയോട് പറയും സത്യ ഇതാ എന്റെ ടോക്കിംഗ് ടോള്, നമ്മള് പറയുന്നതൊക്കെ പറയും. സത്യക്കും ആണോ? പപ്പി പറയും അതെ. ആഹാ കൊള്ളാലോ. അപ്പൊ പപ്പി പറയും വാ വന്നേ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണേ. അങ്ങനെ രാഘവേട്ടൻ പറയും ഇതിങ്ങനെ നിന്നാലോ, ഒരുപാട് പേര് അകത്തുണ്ട്, നമുക്ക് കാര്യങ്ങൾ തുടങ്ങിയാലോ. ബാമ പറയും വരട്ടെ പിള്ളേ എന്ന് വിളിക്കുമ്പോ പിള്ള ഒരു പാത്രം ശാലിനിയുടെ മുന്നിൽ വെക്കണേ. ഒരു കിണ്ടി വെള്ളം ബാമയുടെ കയ്യിലേക്കും കൊടുക്കും. ശാലിനി ഇപ്പോഴും അത്ഭുതത്തിലാ. ഇങ്ങനെ ശാലിനി ഇങ്ങനെ ആ തളികയിലേക്ക് തന്നെ നോക്കി നിൽക്കുക. ബാമേനെ നോക്കുന്നുണ്ട്. പിള്ളച്ചേട്ടൻ പറയും അതിങ്ങ് തരൂ എന്ന് പറഞ്ഞ് ആ ബൊക്കെ വാങ്ങിക്ക. അങ്ങനെ ബാമ പറയും ആ തളികയിലേക്ക് വലത്തുകാല് വെച്ച് കയറ്. ശാലിനി ഇങ്ങ് ഞെട്ടിപ്പോവും. ശാരദാമ്മയും ശാലിനിക്ക് ഇതും വിശ്വസിക്കാനേ ആവുന്നില്ല. ബാമ പറയും കുറെ നാളുകൾക്ക് ശേഷാ എന്റെ മരുമകൾ എന്റെ വീട്ടിലേക്ക് വരുന്നത്, ആചാര മര്യാദകളോട് കൂടിയാ ഞാൻ എന്റെ മരുമകളെ ഇന്ന് സ്വീകരിക്കുന്നത്. കാര്യം നിക്ക് എന്ന് പറയുമ്പോ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ടാ ശാലിനി കയറി നിൽക്കുന്നത്. ശേഷം ബാമ കുഞ്ഞിനെ കാലുകള് കഴുകി കൊടുക്ക. ശാരദാമ്മ സകല ദൈവങ്ങളെയും വിളിച്ച് നന്ദി പറഞ്ഞോണ്ടാ നിൽക്കുന്നത്. വിഷ്ണു ഇങ്ങനെ പേടിച്ചിട്ടാ നിൽക്കുന്നത്. അങ്ങനെ അത് കഴിയുമ്പോ രാഘവേട്ടൻ പറയും ഇനി അകത്തേക്ക് കയറാലോ. ബാമ പറയും വരട്ടെ. ഇനിയുണ്ടോ? ശാലിനിയോട് ബാമ പറയും ഇപ്പൊ വരാട്ടോ, പൊന്നി ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പൊന്നി കുട്ടി അത്തേക്ക് പോവാണേ. ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നിക്കണേ. അച്ഛാ എന്താ ഇതൊക്കെ? ബാമയുടെ ഓരോ നിർബന്ധങ്ങളാ മോളെ, നടക്കട്ടെ. എത്ര നാള് കൂടിയിട്ടാ. വിഷ്ണു ഇങ്ങനെ ഞെട്ടിത്തെറിച്ചാ നിൽക്കുന്നത്. ബാമ അകത്ത് പോയിട്ട് വിളക്കൊക്കെ കത്തിച്ച് ആരതിയും കത്തിച്ചുകൊണ്ട് വരിക. ഇതേ സമയം അങ്ങോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു കാറില് സുസ്മിത വന്നോണ്ടിരിക്കണേ. ഈ സമയം രാഘവേട്ടൻ വിചാരിക്കും ഭാമയെ കാണുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോണ്ടോ ഭാമ ആരതിയായിട്ട് വരുന്നേ പൊന്നി വിളക്കുമായിട്ടും. ഈ കാഴ്ചയോടെ കാണുമ്പോ എല്ലാവരും ഒന്നുകൂടെ ഞെട്ടും. വിഷ്ണു ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ഭാമറിയും വിഷ്ണു ഇങ്ങ് കയറി വാ. വിഷ്ണു ഇങ്ങനെ ഒരു മരവിച്ച അവസ്ഥയിൽ അങ്ങനെ വന്ന് നിൽക്കും. ശേഷം ഭാമ രണ്ടുപേരെയും കൂടെ ആരതി ഒഴിയാ. രണ്ടുപേർക്കും നല്ല സന്തോഷാവുന്നുണ്ട്, വിശ്വസിക്കാനാവാതെ നിൽക്കുന്നേ. ഇതേ സമയം ഈ കാഴ്ച കാണുന്ന വിളിച്ചിരിക്കുന്ന ഗസ്റ്റ് വിചാരിക്കും ഇനി ചത്താലും വേണ്ടില്ല, നമ്മുടെ സത്യാമ്മ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ആഴ്ചത്തെ വാരഫലത്തിലെ നടക്കാത്തതൊക്കെ നടക്കുന്നു, അത് കൺമുന്നിൽ കാണേണ്ടി വരുന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ സത്യമായില്ലേ. അപ്പൊ അവര് പറയും പിന്നല്ലാതെ. വേറൊരാള് പറയും പ്രളയൊന്നും ഉണ്ടാവും പറഞ്ഞില്ലല്ലോ, മിക്കവാറും അതിനും സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അവര് ചിരിക്കുക. ഇതേ സമയം ബാമ അവർ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞു കഴിയും.
ശേഷം പിള്ളച്ചേട്ടൻ എടുത്തു കൊടുക്കും. പിള്ളച്ചേട്ടൻ അത് കളയാനായിട്ട് പുറത്തേക്ക് പോവും. പൊന്നിയുടെ കയ്യിൽ നിന്ന് ബാമ വിളക്ക് വാങ്ങിക്കുക. ദാ പിടിക്കും മോളെ. ശാലിനിക്കും വിശ്വസിക്കാനാവുന്നില്ല. വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കുകയാണേ. അങ്ങനെ ദാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലവിളക്ക് കൊടുക്കും. ശാലിനി അത് 2 കൈയും വെച്ച് സ്വീകരിക്കുക. ആചാരവിധി പ്രകാരം ഞാൻ എന്റെ മരുമകളെ വിളിച്ച് അകത്ത് കയറ്റുന്നത് ഇനിത് ഇവളുടെ വീടാ, ഇവളുടെ മാത്രം. ശാലിനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ഞാനിത് ഏത് സ്വപ്നലോകത്തെ ദൈവമേ, ഈ സന്തോഷത്തിനിടയിലേക്ക് ആ സുസ്മിത കയറി വന്നേക്കരുത്. അവള് വന്നാ ഇതെല്ലാം തകരും. അങ്ങനെ ബാമ പറയും, വാ അകത്തേക്ക് വലതുകാലി വെച്ച് കയറി വാ. വാ മോളെ, എല്ലാവരും വരൂ. ശാരദാമേ വാ മോളെ വാ എന്ന് പറഞ്ഞ് ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോവാണേ. വിഷ്ണു ഇപ്പോഴും വിശ്വസിക്കാനാവാതെ നിൽക്കുക. അങ്ങനെ ശാരദാമ്മയും ശ്യാമയും എല്ലാവരും പോകും. വാ ബ്രോ എന്ന് വിളിച്ച് രോഹിത്തും പോകും. വിഷ്ണു ഇപ്പോഴും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. രാഘവേട്ടൻ പറയും, എന്റെ ഭഗവാനെ, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? ഈ സന്തോഷം എന്നും നിലനിർത്തി തരണേ ഭഗവാനെ, സമാധാനപ്പെടടാ, എല്ലാം ശരിയാവും. വിഷ്ണുവിനെ ഇപ്പോഴും സന്തോഷം കണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാതെ നിൽക്കുക. ഇതേ സമയം സുസ്മിത അങ്ങോട്ട് വരികയാണല്ലോ. കാറിലിരുന്ന് വിചാരിക്കണേ. കാറും കോളും ഒക്കെ അവസാനിപ്പിച്ച് അമ്മായിമ്മയും മരുമകളും കൂടെ ഒരു ഡ്യുവറ്റും പാടി ശിഷ്ടജീവിതം അടിച്ചു പൊളിച്ച് പരസ്പരം സ്നേഹങ്ങൾ കൈമാറി മുമ്പോട്ട് പോവാനായിരിക്കും പ്ലാൻ. പക്ഷേ ഈ സുസ്മിത ജീവിച്ചിരിക്കുമ്പോ അതിനൊരു അവസരം രണ്ടിനും ഞാൻ ഉണ്ടാക്കില്ല. കാലകാലങ്ങളോളം അമ്മായിമ്മയും മരുമകളും ശത്രുപക്ഷത്ത് തന്നെയാവണം. അതാ നാട്ടു നടപ്പ്. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം. ലാസ്റ്റ് മരിക്കണം എന്ന് പറഞ്ഞത് കേൾക്കുന്ന ഡ്രൈവർ വയ്ക്കും, മാഡം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? സുസ്മിത പറയും, കുറച്ച് ആവേശം കൂടിപ്പോയതാ. അത് ഈ ഫംഗ്ഷൻ കഴിഞ്ഞാലേ കെട്ടടങ്ങും. നീ എന്തായാലും നേരെ നോക്കി വിട്ടോ. ശരി മാഡം എന്ന് പറഞ്ഞ അവര് പോവാണേ. സുസ്മിത വീണ്ടും വിചാരിക്കും, എല്ലാവരും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ടാകും. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നതിന്റെ സന്തോഷം ശാലിനിക്കും വിഷ്ണുവിനും ഉണ്ടാകുമ്പോ സത്യഭാമ നന്നായതിന്റെ ഡബിൾ സന്തോഷമായിരിക്കും രാഘവൻ നായർക്ക്. ശ്യാമയ്ക്കും രോഹിത്തിനും പിന്നെ വിവാഹ വാർഷികത്തിന്റെ സന്തോഷം. അങ്ങനെ മൊത്തത്തിൽ അവിടെ സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കായിരിക്കും. സത്യഭാമയും മക്കളും കൂടെ. കയ്യടി നടക്കട്ടെ, സന്തോഷിച്ച് മറയട്ടെ. ഒരു ബോംബ്, ഒരൊറ്റ ബോംബ് ആ പൂത്തിരിക്കുള്ളിൽ പൊട്ടിയാലുള്ള അവസ്ഥ എന്താ? സത്യഭാമയുടെ കുടുംബം ചിന്ന ഭിന്നമാവും. ഒടുവിൽ 2 വരി കർമ്മത്തിൽ എല്ലാം തീരും. ശാലിനി, നിന്റെയൊക്കെ എല്ലാ സന്തോഷവും കെടുത്തി തരാൻ ഞാൻ ഒരുത്തി ഇറങ്ങിയിട്ടുണ്ട്. തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോടി. കുടുംബം തകർക്കാൻ പറ്റിയ ഒരു ന്യൂക്ലിയർ ബോംബ എന്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ അവിടെ എത്തിയാൽ ആ നിമിഷം അത് പൊട്ടിക്കും. പപ്പി ശ്യാമയുടെ മകളല്ലെന്നുള്ള സത്യം തെളിവ് സഹിതം സത്യഭാമ ഇന്നറിയും. ഇതേസമയം ഭാമയുടെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ വെഡിങ് ആനിവേഴ്സറിക്കാളും പ്രധാനമായിട്ട് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവന്ന ചടങ്ങ ഭാമ നടത്തുന്നത്. ഹോളിൽ കയറി കഴിഞ്ഞാൽ പൊന്നി മധുരം കൊണ്ടുവരിക. ഭാമ അത് വാങ്ങിക്കും. ഭഗവാന് നേർന്ന കൂട്ടുപായസ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും നല്ലതിനും വേണ്ടി നേർന്നതാ. ഇത് പറയുമ്പോഴും ശാലിനിങ്ങനും വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. ഭാമ പറയും, ഇതാദ്യം കഴിക്കേണ്ടതും മോള് തന്നെയാ. ഇനി ഇവിടുത്തെ കുടുംബനാഥയും മോള് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അത് അല്പ സ്പൂണിലെടുത്ത് ശാലിനിക്ക് വെച്ചു കൊടുക്കും. ശാലിനി അത് കഴിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് കണ്ണെന്നറിയാ ശാരദാമ്മയ്ക്കും. അപ്പൊ വന്നിരിക്കുന്നവരേക്കും, അല്ല ഇന്ന് ശരിക്കും ആരുടെ വിവാഹ വാർഷിക? വിഷ്ണുവിന്റെയോ രോഹിത്തിന്റെയോ? ശാലിനിയെ സത്യം ഒരുക്കി നിർത്തുന്നത് കണ്ടാ തോന്നും ഇന്ന് ശാലിനിയുടെയും വിഷ്ണുവിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. ഭാമറെ, നമ്മൾ മലയാളികൾ എന്ത് ചെയ്താലും മൂപ്പിലമ്മയുടെ കാര്യത്തിലെ ഒരു ശ്രദ്ധ കാണിക്കണല്ലോ. ആ ഒരു ശ്രദ്ധ ഇവിടെ ഇപ്പൊ കാണിച്ചെന്നേ ഉള്ളൂ. ആദ്യം വീട്ടിലേക്ക് വന്നു കയറിയതും എന്റെ മരുമകളായതും ശാലിനി തന്നെയാ. അപ്പോ ഇവള് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഉള്ളൂ. വിഷ്ണുവിന്റെ സന്തോഷം ഇങ്ങനെ ഇരട്ടിയായിട്ട് വരികയാണേ. ഭാമറും, പിന്നെ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് കരുതിയിട്ട് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാതിരിക്കില്ലെന്ന് ആരും കരുതണ്ട. അത് ഇതിലും ഗംഭീരായിട്ടായിരിക്കും ആഘോഷിക്കുന്നത്. വിഷ്ണുവിനാണെങ്കിൽ പേടിയുണ്ട്. അമ്മ ശാലിനിയെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുന്നുണ്ടോ? ഈ സ്നേഹം കാണുമ്പോ എനിക്ക് പേടിയാവുക. ഏതു നിമിഷവും മാറാവുന്ന മനസ്സാണല്ലോ എന്റെ അമ്മയുടേത്. അമ്മ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു വലിയ പൊട്ടിത്തെറി. അതിനു മുമ്പുള്ള സന്തോഷ കൂട്ടായ്മയാണോ ഇത്? ഈ സമയം ശാലിനിയുടെ മനസ്സിലും ടെൻഷനാണ്. ഏത് നിമിഷവും അവള് കയറി വരാം. ഈ സന്തോഷം മുഴുവനും അവൾ തല്ലിക്കെടുത്തും. സത്യങ്ങൾ വിളിച്ചു പറയും. ഇത്രയും സന്തോഷത്തിലിരിക്കുന്ന സത്യമയ്ക്ക് അവള് പറയുന്ന വാക്കുകൾ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ഈശ്വര, അവൾ ഇവിടേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണണേ എന്നൊക്കെ ആലോചിച്ച് നിൽക്കണേ. ഇതേസമയം സുസ്മിത വന്നോണ്ടിരിക്കാനല്ലോ. ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നത് കാണുമ്പോ ഭാമ ചോദിക്കും, എന്താ മോളെ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ശേഷം ഭാമ പൊന്നിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു പായസം വാങ്ങിക്കാണ്. ഇത് പഞ്ചാമൃത, 5 ഭക്ഷണങ്ങളുടെ മിശ്രിതം. ഇത് കുടുംബത്തിന്റെ ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇത് കഴിക്കുമ്പോഴും കൊടുക്കുമ്പോഴും സ്നേഹവും ഐക്യതയും തുല്യതയുമാണ് പരസ്പരം കൈമാറുന്നത് എന്ന് പറഞ്ഞ് അതും ശാലിനിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കും. എല്ലാരും നല്ല സന്തോഷത്തിലാണെങ്കിലും സുസ്മിതയുടെ കാര്യം ആലോചിച്ച് ശാലിനിയും ഭാമയുടെ വാക്ക് എപ്പോ വേണമെങ്കിലും മാറാന്നുള്ളൊരു ടെൻഷനിലാണ് വിഷ്ണുവും നിൽക്കുന്നത്. ശാലിനി വിചാരിക്കണേ, എന്റെ മുന്നിൽ നിന്ന് ഈ കാണിക്കുന്നത് സത്യമ തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല.
ഇത്രത്തോളം സ്നേഹമൊക്കെ സത്യമയുടെ ഉള്ളിലുണ്ടായിരുന്നോ? അതോ ഈ കാണിക്കുന്നതിന്റെയൊക്കെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം സത്യമയുടെ ഉള്ളിലുണ്ടോ? ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ഈ സമയം കൂട്ടത്തിലുള്ള ഒരാൾ പറയും, ഈ സമയം ഒരു കേക്ക് കൂടെ വാങ്ങിക്കേണ്ടതായിരുന്നു. തീയതി ഒന്നും നോക്കണ്ടെന്നേ. രണ്ടു മക്കളെയും അവരുടെ ഭാര്യമാരെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ഒരു ആഘോഷം. അങ്ങനെയായിരുന്നെങ്കിൽ ആഘോഷം ഇതിലും ഗംഭീരായനെ. അത് കേൾക്കുമ്പോ ഭാമയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല. ഭാമയുടെ മുഖം വല്ലാതെ ഇങ്ങനെ ദേഷ്യം ഉള്ള പോലെ നിക്കണേ. ഇത് കേൾക്കുമ്പോ എല്ലാരും ഭാമയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഭാമയുടെ ഈ മാറ്റം കാണുമ്പോ എല്ലാവർക്കും പേടിയാവും. അങ്ങനെ ഭാമ ഒന്നും പറയാതെ ശാലിനി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാ. ഇത് കേൾക്കുമ്പോ എല്ലാരും ടെൻഷനിലാവും. പറഞ്ഞത് കുഴപ്പമായോ? അവരെന്താ അങ്ങനെ കയറിപ്പോയത്? ശാലിനി ഇങ്ങനെ ശാരദാമ്മയെ നോക്കുന്നുണ്ട്. ശാരദാമ്മ പേടിച്ചാ നിൽക്കുന്നത്. രാഘവേട്ടൻ വിചാരിക്കും നിന്ന നിൽപ്പിലെ സ്വഭാവം മാറുന്ന ആളാണ് ഭാമ. ഇതെന്താണാവോ പെട്ടെന്നൊരു പോക്ക്? ശ്യാമ വിചാരിക്കും സത്യാമ്മയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് അകത്തേക്ക് പോയത്? വിഷ്ണു വിചാരിക്കും ഈ അമ്മ എന്തൊക്കെയാ മനസ്സിൽ കരുതിയിരിക്കുന്നത്, എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ശാലിനിയും ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. ഇതേസമയം സുസ്മിത അങ്ങോട്ട് ഇങ്ങനെ എത്തിയിട്ടില്ല. കാറിലിരുന്ന് വിചാരിക്കും ഈ ലോകത്ത് ഒരിക്കലും ചേരാത്ത രണ്ട് പേരാണ് അമ്മായിയമ്മയും മരുമകളും. അതിലൊരിക്കലും മാറാത്തത് അമ്മായിമ്മ തന്നെയാ. സന്തോഷിച്ചെല്ലാവരും കളിച്ചും ചിരിച്ചും ഇരിക്കുമ്പോ സത്യഭാമയ്ക്ക് മുന്നിലേക്ക് ചെല്ലണം. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന ദാ ഈ എവിഡൻസ് അങ്ങ് കാണിക്കണം. കണ്ടു തീരും മുമ്പ് ശ്യാമയുടെ മുഖത്ത് അടി വീഴണം എന്ന് പറഞ്ഞോണ്ട് ആ രംഗം ആലോചിക്ക. ഭാമ, ഇത്രയും കാലം നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേടി എന്ന് പറഞ്ഞ് അടിക്കുന്ന ആ രംഗം. ഇത്രയും കാലം എല്ലാവരെയും വിഡ്ഢികളാക്കിയതിന്, പറ്റിച്ചതിനും, രഹസ്യങ്ങൾ മൂടി വെച്ച് വിശ്വാസവഞ്ചന കാണിച്ചതിനും ശ്യാമയെ തലങ്ങും വിലങ്ങും അടിക്കണം. കുഞ്ഞനുജത്തിയെ തല്ലുമ്പോ കുഞ്ഞേച്ചിക്ക് സഹിക്കുവോ? കുഞ്ഞേച്ചി ഇടപെടും. പിന്നെ അവിടെ നടക്കുന്നത് യുദ്ധമായിരിക്കും, യുദ്ധം. ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. നെക്സ്റ്റ് പ്രമോലുള്ളത് ശാലിനിക്ക് സത്യഭാമ അകത്തു പോയി ഒരു സാരി കൊണ്ടുവരാ, മോളെ ഇത് എടുത്തോണ്ട് വേണം ഇന്നത്തെ ചടങ്ങിൽ നിൽക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ശാലിനി അത് വാങ്ങിക്കുന്നുണ്ട്. ശേഷം ശാലിനിക്ക് ഒരു നെക്ലേസ് ഒക്കെ ഇട്ട് കൊടുക്കണേ. പിന്നീട് ശാലിനി പറയും, സത്യമേ ഇന്നത്തെ ചടങ്ങ് ശ്യാമയ്ക്ക് രോഹിത്തിനും മാത്രം അവകാശപ്പെട്ടതാ, അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഈ സാരി തന്നെ പോരെ. ഭാമ പറയും, അതൊന്നും പറ്റില്ല, നീ സത്യഭാമയുടെ മൂത്ത മരുമകളാ, എന്റെ വിഷ്ണുവിന്റെ പെണ്ണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ശാലിനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് വിഷ്ണുവും വാതിലിന്റെ അവിടെ നിൽക്കണേ. വിഷ്ണുവിനും നല്ല സന്തോഷാവുക. വിശ്വസിക്കാനാവാതെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇനി ഈ സമയത്തായിരിക്കും സുസ്മിത ഒരുപക്ഷെ അങ്ങോട്ട് കയറി വരുന്നത്. എന്തായാലും നമുക്ക് വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്